ഹലോ ഫ്രണ്ട്സ്, മലു ടിപ്സ് ആൻഡ് തോട്ട്സിലേക്ക് സ്വാഗതം. ഇനി ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ പണിമുടക്കുമോ എന്ന ടെൻഷൻ വേണ്ട. ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാജ്യത്ത് പണമിടപാടുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI സംവിധാനത്തിൽ പുതിയ മാറ്റം. ഇനി മുതൽ വ്യക്തികൾക്ക് ഓൺലൈൻ വ്യാപാരികളുമായി UPI ഇടപാടുകൾ നടത്താൻ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷന്റെ ആവശ്യമില്ല. UPI പ്ലഗിൻ അഥവാ മെർച്ചന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എന്നറിയപ്പെടുന്ന സംവിധാനത്തിലൂടെ പേയ്മെന്റ് ആപ്പ് ഇല്ലാതെ വ്യാപാരികൾക്ക് പണം ശേഖരിക്കാം. ഇതിന് പേയ്മെന്റ് ഓപ്ഷനിൽ ഒരു വെർച്വൽ പേയ്മെന്റ് വിലാസം ചേർക്കാൻ ഓൺലൈൻ വ്യാപാരികൾക്ക് സാധിക്കും. ഈ അഡ്രസ്സിലൂടെ തേർഡ് പാർട്ടി ആപ്പുകളുടെ സഹായമില്ലാതെ വ്യാപാരികൾക്ക് ഉപയോക്താക്കളുമായി നേരിട്ട് ഇടപാട് നടത്താം. കൂടാതെ പേയ്മെന്റ് ആപ്പുകൾ സർവീസ് ചാർജുകൾ ഈടാക്കുമോ എന്ന് ഇനി ടെൻഷൻ അടിക്കേണ്ട. ഇതിന്റെ മറ്റൊരു ഗുണം ഇടപാടിന്റെ വേഗത കൂട്ടും എന്നതാണ്. നിലവിലുള്ളതിനേക്കാൾ ഇടപാടുകൾ വേഗത്തിലും പേയ്മെന്റ് സമയത്തുണ്ടാകുന്ന തടസ്സങ്ങൾ കുറയ്ക്കാനും സാധിക്കുമെന്നതാണ് ഇതിന്റെ നേട്ടം. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ ഫോൺപേ, ഗൂഗിൾ പേ അടക്കമുള്ള UPI ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷനുകൾക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. പണം നൽകാനായി UPI തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ മറ്റ് ആപ്ലിക്കേഷനുകൾ തുറക്കാതെ ഇടപാട് നടത്തുന്നതിലൂടെ ഇടപാടുകളുടെ വിജയസാധ്യത 15% വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിലവിൽ ഓൺലൈനായി ഭക്ഷണം വാങ്ങുമ്പോൾ പേയ്മെന്റ് നൽകാൻ തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് പ്രവേശിക്കുകയും അതുവഴി പേയ്മെന്റ് നൽകുകയും അതിനുശേഷം ഭക്ഷണം വാങ്ങുന്ന മെർച്ചന്റിലേക്ക് തിരിച്ചെത്തുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ ഭക്ഷണം വാങ്ങുന്ന മെർച്ചന്റിന് നേരിട്ട് പണമടയ്ക്കുന്ന പ്ലഗിൻ ലഭിക്കും. ഇതുമൂലം പേയ്മെന്റ് ചെയ്യുമ്പോൾ മറ്റൊരു ആപ്പിലേക്ക് പോകുകയും പേയ്മെന്റ് ചെയ്ത് തിരിച്ചു വരികയും ചെയ്യുന്നതിന്റെ സമയനഷ്ടം കുറയും. കൂടാതെ ചില സമയം കണക്ട് ആവാതെ ഇടപാട് റദ്ദാകുവാനോ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നതോ ഒഴിവാക്കാൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. പുതിയ സംവിധാനം വെല്ലുവിളിയാകുമെന്ന സൂചനയാണ് ഫോൺപേ സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമായ രാഹുൽ ചാരി നൽകിയത്. ഇടപാടുകൾ വേഗത്തിലാക്കാനും ഫെയിലിയർ കുറയ്ക്കാനും പ്രത്യേകിച്ച് സാങ്കേതികമായി ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഇടപാടുകളുടെ ഉത്തരവാദിത്തം നിലവിലെ രീതിയിൽ നിന്ന് ബാങ്കുകളും മെർച്ചന്റ്സ് ആപ്പുകളും തമ്മിൽ നേരിട്ടായി മാറുന്നു. ഇത് കൂടുതൽ സങ്കീർണത ഉണ്ടാക്കുകയും വ്യാപാരികൾ അവരുടെ പ്രധാന ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പേയ്മെന്റ് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട സ്ഥിതി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ UPI പേയ്മെന്റുകളിൽ ഫോൺപേ 47%, ഗൂഗിൾ പേ 33% വിപണി വിഹിതം പങ്കിടുന്നുണ്ട്. നിലവിൽ മൊത്തം UPI പേയ്മെന്റുകളുടെ 57% വ്യാപാര ഇടപാടുകളാണ്. വ്യാപാര ഇടപാടുകളിൽ പകുതിയും ഓൺലൈനാണ്. ഭക്ഷണ വിതരണ ആപ്പുകൾ മാത്രമല്ല, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ വ്യാപാരികളും പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതോടെ തേർഡ് പാർട്ടി ആപ്പുകൾക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.